ന്യൂസ് കോഴിക്കോട്. പാക് അധിനിവേശ കശ്മീർ വിദേശ ഭൂമിയെന്ന പാകിസ്ഥാൻ. ഇസ്ലാമാബാദ് കോടതിയിലാണ് പാകിസ്ഥാൻ അറ്റോർണി ജനറലിന്റെ പരാമർശം. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന സലീം കുമാർ ഡയലോഗ് ഓർമ്മ വരും. പാക് അധിനിവേശ കശ്മീരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ പാകിസ്ഥാൻ നടത്തിയ പ്രസ്താവന. പാക് അധിനിവേശ കശ്മീർ വിദേശ ഭൂമിയാണെന്നാണ് ഇസ്ലാമാബാദ് കോടതിയെ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. കശ്മീരി കവിയും മാധ്യമപ്രവർത്തകനുമായ അഹമ്മദ് ഫർഹാദ് ഷായെ തട്ടിക്കൊണ്ടുപോയ കേസ് ഇസ്ലാമാബാദ് ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ പ്രഖ്യാപനം. പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ സ്വന്തമായി ഭരണഘടനയും കോടതിയുമുള്ള വിദേശ പ്രദേശമാണ് എന്നാണ് പാകിസ്ഥാൻ അറ്റോർണി ജനറൽ ഇസ്ലാമാബാദ് കോടതിയിൽ പറഞ്ഞത്. പാക് അധിനിവേശ കശ്മീരിലെ കോടതി വിധികളെ വിദേശ കോടതിയിലെ വിധിയെന്നായിരുന്നു അറ്റോർണി ജനറലിന്റെ പരാമർശം. ഇതോടെ ഇസ്ലാമാബാദ് കോടതി ജഡ്ജി പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാൻ മിലിറ്ററി പാക് അധിനിവേശ കശ്മീരിൽ പ്രവേശിക്കുകയെന്നും കുറ്റപ്പെടുത്തി. ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ, പഞ്ചാബ്, സിന്ധ് എന്നീ പ്രവിശ്യകളും ഫെഡറൽ തലസ്ഥാനവും ഉൾക്കൊള്ളുന്നതാണ് പാകിസ്ഥാൻ എന്നാണ് പാകിസ്ഥാൻ ഭരണഘടനയുടെ അനുച്ഛേദം 1 ക്ലോസ് 2 പറയുന്നത്. എന്നാൽ പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ച് ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിൽ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. കശ്മീരിനെ കുറിച്ച് പാക് ഭരണഘടനയുടെ 257-ാം അനുച്ഛേദത്തിൽ മാത്രമാണ് പരാമർശിക്കുന്നതും. 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശമാണ് പാക് അധിനിവേശ കശ്മീർ. പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായാണ് ഇന്ത്യ എല്ലാ കാലവും കണക്കിലാക്കുന്നതും. ഇന്നും ഇന്ത്യൻ ഭൂപടത്തിന്റെ ഭാഗമായി തന്നെയാണ് പാക് അധിനിവേശ കശ്മീർ നിലകൊള്ളുന്നതും. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കടലിൽ വെള്ളം കയറിയ ബോട്ടിനെയും